സിറ്റി പോലീസിൻ്റെ ആസ്ഥാനം അതിമനോഹരമായ ബൃഹത്തായ ഒരു കെട്ടിടത്തിലേക്ക് മാറാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു വലിയ വിശാലമായ തലത്തിലേക്ക് പോലീസിൻ്റെ പ്രവർത്തനം മാറുകയാണ്. വിശാലമായ ഓഫീസ്, നല്ല മനോഹരമായ ഓഫീസ്. കണ്ണൂർ സിറ്റി പോലീസിൻ്റെ പോലീസ് കമ്മീഷണറുടെ കാര്യാലയം ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുകളുടെ ഒരു ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ്. നമ്മളുടെ പുതിയ ബിൽഡിംഗ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ടിനകത്തായിട്ടാണ് 13 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടമാണ്. ഈ കെട്ടിടം കണ്ണൂർ ജില്ലയിലെ എല്ലാ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, പ്രധാനമായിട്ടുള്ള അസിസ്റ്റൻറ്റ് കമ്മീഷണർ സ്പെഷ്യൽ ബ്രാഞ്ച്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ നാർക്കോട്ടിക്സിൽ, അഡീഷണൽ SP, ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് തുടങ്ങിയ ഓഫീസുകളെല്ലാം തന്നെ പുതിയ ബിൽഡിങ്ങിലായിരിക്കും ഇനി മുതൽ ഫംഗ്ഷൻ ചെയ്യുക. അവിടെ പൊതുജനങ്ങൾക്കായിട്ടുള്ള അവരുടെ പരാതികൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിറ്റി പോലീസ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സുഗമമായിട്ട് ഒരു ഓഫീസിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഓഫീസിലെ സേവനങ്ങൾ ലഭ്യമാകുന്ന ഏറ്റവും സ്മൂത്തായിട്ടൊരു സാഹചര്യം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടൊരു ഭൗതിക സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ബിൽഡിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കോൺഫറൻസ് റൂമുകൾ, മറ്റ് ഓഫീസുകൾക്ക് പ്രവർത്തിക്കാനുള്ള, മിനിസ്ട്രിയൽ വിങ്ങുകൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം, ഇതൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് പുതിയ ബിൽഡിംഗ് വരുന്നത്. എന്തൊക്കെ മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ നിന്നും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്? നമ്മളുടെ ഒരു ലീഗൽ സെൽ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന രീതിയിലേക്കുള്ള ഒരു റിസർച്ച് സെൻറ്റർ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് എവിടേക്കാണോ അവരെത്തേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ട് അവരെ കൃത്യമായിട്ടൊന്ന് ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. ഇപ്പം നമ്മളുടെ ഓഫീസ് കോംപ്ലക്സുകൾ കലക്ട്രേറ്റിൻ്റെ ഭാഗങ്ങളിൽ കുറച്ച് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നു, DHQയിൽ കുറച്ച് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പൊതുജനങ്ങൾ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവർ പലപ്പോഴും പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്, ഏത് ഓഫീസിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ജില്ലയിലുള്ള പോലീസുമായി ബന്ധപ്പെട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കാണെങ്കിലും കൃത്യമായ രീതിയിലൊരു ഡയറക്ഷൻസ്, അല്ലെങ്കിൽ ഏത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതെല്ലാം ഒരേ പ്രോക്സിമിറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അത് കൂടുതലായിട്ടും ജനങ്ങൾക്ക് തന്നെ ഗുണകരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പിന്നെ മീറ്റിങ്ങുകൾ നടത്താനുള്ള കോൺഫറൻസ് റൂമുകൾ, അസംബ്ലി ഹാളുകൾ, പ്രസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, മറ്റ് മീറ്റിങ്ങുകൾ, യോഗങ്ങൾ വിളിച്ചു കൂട്ടാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്കാണ് ഓഫീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടിമുടി ഒരു സാങ്കേതിക തികവിലേക്ക് പോലീസ് മാറുകയാണ്. തീർച്ചയായും സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ കൂടി വരുന്ന സമയത്ത് അതെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഈ സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്കും കൂടെ അത് മാറും എന്നുള്ളതാണ്. ഒരു ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ആ ഓഫീസിലേക്ക് സന്ദർശിക്കുന്നത് തന്നെ ഒരു നല്ല അനുഭവമാക്കി മാറ്റുന്നതിനും കൂടെ ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ കെട്ടിടം ഉപകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനമൈത്രി പോലീസ് എന്ന ആ ഒരു വാക്യം അത് കൂടുതൽ അന്വർത്ഥമാകാൻ പോവുകയാണ്. ഈ സൗകര്യങ്ങൾ കൂടുതലും ജനങ്ങളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് അടുത്ത ദിവസം തന്നെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറും. എല്ലാവിധ ആധുനികമായ സൗകര്യങ്ങളോടും കൂടിയാണ് ആ ഓഫീസിൻ്റെ പ്രവർത്തനം നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മുടെ ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും അതിൽ പങ്കെടുക്കും. എന്തായാലും കണ്ണൂർ സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനങ്ങളുടെ ഒരു വിപുലീകരണം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനം എന്ന രീതിയിൽ കണ്ണൂരിൽ വരാൻ പോകുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.